ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലമാണ് അരുവിക്കര നിയോജക മണ്ഡലം. കഴിഞ്ഞ കുറേ കാലങ്ങളായി യു ഡി എഫിൻ്റെ കുത്തക മണ്ഡലമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ അത് എൽ ഡി എഫ് പിടിച്ചെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തവണ മൂന്നാം എൽ ഡി എഫ് സർക്കാരിന് വേണ്ടിയിട്ടുള്ള പ്രചാരണ പരിപാടികൾ അല്ലെങ്കിൽ ആ ഒരു അവകാശവാദം അല്ലെങ്കിൽ ആ ഒരു ശ്രമം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അരുവിക്കരയിൽ രണ്ടാം തവണയും വിജയം നേടാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് പങ്കുവയ്ക്കുന്നത്. സ്ഥാനാർത്ഥിയായിട്ടുള്ള ജി സ്റ്റീഫൻ നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പര്യടനങ്ങൾ? ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണല്ലോ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സി പി എം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ആ സമയം മുതൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. അത് ഇലക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇവിടെ വികസന മുരടിപ്പാണ് ഉള്ളത് എന്നുള്ളതാണ് കോൺഗ്രസും യു ഡി എഫും ആരോപിക്കുന്ന ഒരു കാര്യം. അതിന് മറുപടി ഉണ്ടോ? തീർച്ചയായും മറുപടിയുണ്ട്. അരുവിക്കര അറിഞ്ഞുകൂടാത്തവരാണത് പറഞ്ഞത്. പാറശാല ഇരുന്നുകൊണ്ടോ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ടോ അരുവിക്കര നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റില്ല. ഈ പറഞ്ഞവരാരെങ്കിലും ഇപ്പം അരുവിക്കര മണ്ഡലത്തിലൂടെ ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ഇനി അഭിപ്രായം പറയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. 1200 കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുണ്ട്. അത് പോരാന്ന് ഈ പറഞ്ഞവർ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് പ്രിൻ്റ് ചെയ്ത് ഞങ്ങളിപ്പോൾ ഇറക്കും. ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇവിടെയുള്ള ജനങ്ങൾക്ക് അത് പൂർണ്ണമായും ബോധ്യമുണ്ട്. റോഡുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം എല്ലാം ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രധാനമായും കേൾക്കുന്ന ഒരു കാര്യം ഡീൽ എന്ന് പറഞ്ഞൊരു വാക്കാണ്. അത് തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു. ആ നിലയ്ക്ക് ഇവിടെ ഏത് നിലയ്ക്കുള്ളൊരു മത്സരമാണ്? എൽ ഡി എഫും യു ഡി എഫും തമ്മിലൊരു മത്സരമാണോ നടക്കുന്നത്? അതോ ഏതെങ്കിലും തരത്തിൽ ഡീൽ ആരോപണങ്ങളുണ്ടോ? ഡീൽ എന്നുള്ള വാക്ക് രാഷ്ട്രീയത്തിന് ചേർന്ന ഒരു വാക്കാണെന്ന് ഞാൻ കരുതുന്നില്ല. ഏത് രംഗത്തിനും ഒരു സദാചാരമുണ്ട്. രാഷ്ട്രീയത്തിനും സദാചാരം വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അവരവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തെയും അവരവർ പ്രവർത്തിക്കുന്ന പാർട്ടിയെയും ഒറ്റ കൊടുക്കാൻ പാടില്ല ആരും. ആരെങ്കിലും ഒറ്റ കൊടുത്താൽ അവനെ ഒറ്റുകാരനെന്ന് മാത്രമേ പറയാൻ വേണ്ടി കഴിയൂ. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലായിരുന്നു എൽ ഡി എഫിന്. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന ഹുസൂർ ഒരു പത്രസമ്മേളനം നടത്തിയതായി കേട്ടു. പിന്നെ ഞങ്ങളത് കണ്ടു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു, തിരുവനന്തപുരം ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ ഡീലുണ്ട്. അത് ജില്ലാ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ അറിവോടുകൂടിയാണ്. അത് നേമം, വട്ടിയൂർക്കാവ്, അരുവിക്കരയാണ് പരാമർശ വിഷയമാകുന്ന 3 മണ്ഡലങ്ങൾ. ഒരു മണ്ഡലം ബി ജെ പിക്ക് ജയിക്കാൻ 2 മണ്ഡലം കോൺഗ്രസിനെ ജയിപ്പിക്കും എന്നാണ് കേൾക്കുന്നത്. എൻ്റെ തെളിവൊന്നുമില്ല. ഹുസൂറിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഈ ഹുസൂർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് പോളിംഗ് ദിവസവും കൗണ്ടിംഗ് ദിവസവും ആയാലും നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും. ഒരു മൂന്നാം എൽ ഡി എഫ് സർക്കാരിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ ഇവിടെ രണ്ടാം വട്ടവും വിജയിക്കുക എന്നുള്ളതാണല്ലോ ഒരു ലക്ഷ്യമായി വെച്ചിരിക്കുന്നത്. അത് എത്രത്തോളം പ്രാവർത്തികമാകും? ഈ ആളുകളുടെ പ്രതികരണത്തിന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ജനങ്ങളുടെ പ്രതികരണം 100% ഞങ്ങൾക്ക് അനുകൂലമാണ്. ഈ മണ്ഡലത്തിൽ നിന്ന് അവർ തിരഞ്ഞെടുത്ത ജനപ്രതി എന്നുള്ള നിലയിൽ അവരുടെ സുഖദുഃഖങ്ങളിൽ ഞാനുണ്ടായിരുന്നു. അവരറിയിക്കുന്നത് ഞാൻ അറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരു ഏർപ്പാടിനും മറ്റു ചില എം എൽ എമാരെ പോലെ പോയില്ല. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ജി സ്റ്റീഫനും ഒപ്പം തന്നെ ഇടതുമുന്നണിയും ഉള്ളത് എന്നുള്ളതാണ്. മൂന്നാമത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ അരുവിക്കരയിൽ തുടർച്ചയായിട്ടുള്ള വിജയം തന്നെ എൽ ഡി എഫിന് ഉണ്ടാകുമെന്ന് ജി സ്റ്റീഫൻ അവകാശപ്പെടുന്നു. ക്യാമറ പേഴ്സൺ ജോസിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.